dangerous. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെയിൽസിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ചാണ് കേട്ടോ. എന്താണത്? സെല്ലിംഗ് ടു ദ നീഡ് എന്നാണ്. അതായത് കസ്റ്റമറുടെ ആവശ്യം അറിഞ്ഞ് സെയിൽ ചെയ്യുക, വിൽക്കുക എന്നതാണ്. എങ്ങനെയാണത്? എന്താണത്? ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ ഹാപ്പി ആകുന്നത് എപ്പോഴാണ്? അവർക്ക് ആ സാധനത്തിൻ്റെ നല്ല വിലയുള്ള ബ്രാൻഡ് വിൽക്കുമ്പോഴാണോ, അല്ലെങ്കിൽ വില കുറഞ്ഞ ബ്രാൻഡ് അവർക്ക് വിൽക്കുമ്പോഴാണോ കസ്റ്റമർ ഹാപ്പി ആവുക? കസ്റ്റമർ ഹാപ്പി ആവുക വില കുറഞ്ഞത് വിറ്റാലും വില കൂടിയത് വിറ്റാലും കസ്റ്റമർ ഹാപ്പി ആവും. പക്ഷേ അവർ തന്ന ക്യാഷിന് ഉള്ള വാല്യൂ ഉള്ള സാധനമാണ് നമ്മൾ കൊടുത്തത് എങ്കിൽ അവർ ഹാപ്പി ആവും. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ഉള്ള കസ്റ്റമറിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ സാധനം വിൽക്കുക? അതിനാണ് പറയുന്നത് സെല്ലിംഗ് ടു ദ നീഡ്. അതായത് കസ്റ്റമറുടെ ആവശ്യം അറിഞ്ഞ് വിൽക്കുക. അതെങ്ങനെയാണ്? നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമറിന് ആവശ്യം റൈസാണ്, അരിയാണ്. കസ്റ്റമർ അരിയുടെ സെൽഫിലേക്ക് നോക്കിയിട്ട് ഒരു അരിയുടെ പാക്കറ്റ് എടുത്തു. എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചു, ഇതിന് എത്രയാണ് വില? അപ്പോൾ നമ്മൾ പറഞ്ഞു 65-70 റിയാലാണ് ഇതിന്. അപ്പോൾ കസ്റ്റമർ പറയും, ഇതിന് വളരെ വില കൂടുതലാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉടനടി അവരോട് എന്നാൽ വില കുറഞ്ഞ അരിയുണ്ട് അതെടുത്തോളൂ എന്ന് പറയരുത്. അങ്ങനെ പറയുന്നത് കസ്റ്റമർക്ക് ഒരു നീരസം ഉണ്ടാവും. അതായത് ഞാൻ ഇതിന് എൻ്റെ കയ്യിൽ ഇത്ര പണമില്ലാത്തവനെ പോലെ കണ്ടോ, അങ്ങനെ അപമാനിക്കുന്നതിന് പോലെ തോന്നും അവർക്ക്. അങ്ങനെ പെട്ടെന്ന് പറയരുത്. പിന്നെ നമ്മൾ എന്താണ് അവരോട് പറയാം ഇതിന് കുറച്ച് വില കൂടുതലാണ്. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ അരി കൊണ്ടുപോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളെ വീട്ടിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടോ, പാർട്ടി ഉണ്ടോ, അല്ല നിങ്ങൾക്ക് ഡെയിലി യൂസേജിനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും, എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണ്, ഞങ്ങളുടെ ഫാമിലിക്ക് ഉപയോഗിക്കാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ എടുത്ത ഈ അരി ഉണ്ടല്ലോ, അത് കുറച്ച് പ്രീമിയമാണ്, കുറച്ച് വില കൂടിയതാണ്. അത് ഈ ഫംഗ്ഷനൊക്കെ നല്ല ഫുഡൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കേണ്ട ഫുഡുണ്ടല്ലോ, അതിനൊക്കെ പറ്റിയതാണ്. പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാനാണെങ്കിൽ ഇത് വേണമെന്നില്ല. ഇതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് ഈ റൈസ്, ഈ ബ്രാൻഡ് എടുത്തോളൂ. ഇത് ക്വാളിറ്റി ഉണ്ട്, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പ്രൈസ് വിലയുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മറ്റേത് നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ആ റൈസ് നല്ലതാണ്. നിങ്ങൾക്ക് ഡെയിലി ഉപയോഗത്തിന് അതിൻ്റെ ആവശ്യമില്ല, ഇത് ബെറ്ററാണ് എന്ന് പറയാം. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് തോന്നും? ഇവൻ നമ്മൾക്ക് വേണ്ടി പറയുന്നവനാണ്, നമ്മളുടെ നല്ലതിന് വേണ്ടി നമ്മുടെ ബഡ്ജറ്റ് നോക്കി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തന്നവനാണ്. അപ്പോൾ ഇവൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ആ സാധനം എടുക്കുകയും അതുപോലെ തന്നെ നമ്മളോട് അവർക്ക് നല്ലൊരു മതിപ്പ് തോന്നുകയും വീണ്ടും നമ്മളുടെ സ്ഥിരം കസ്റ്റമർ ആവുകയും ചെയ്യും. ഇതിനെയാണ് സെല്ലിംഗ് ടു ദ നീഡ് അഥവാ കസ്റ്റമറുടെ ആവശ്യം അറിഞ്ഞ് സെയിൽ ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെയുള്ള പോയിന്റുകൾ ഇനിയും അറിയാം ഈ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.